ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസിന് സീറ്റ് വാഗ്ദാനം ചെയ്ത് AAP. കോൺഗ്രസിന് ഡൽഹിയിൽ 3 പഞ്ചാബിൽ 6 സീറ്റുകൾ നൽകാമെന്ന് ആം ആദ്മി പാർട്ടി പറഞ്ഞു. രാജ്യതലസ്ഥാനത്ത് നിലവിൽ കോൺഗ്രസിന് MP മാരില്ല. ഗുജറാത്തിൽ 1 ലോക്സഭാ സീറ്റും ഹരിയാനയിൽ 3 സീറ്റും ഗോവയിൽ 1 സീറ്റുമാണ് ആം ആദ്മി പാർട്ടിയുടെ വാഗ്ദാനം. നിലവിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് കോൺഗ്രസും AAPയും കഴിഞ്ഞ ദിവസം നടത്തിയ സഖ്യ ചർച്ചയിലാണ് ആം ആദ്മി പാർട്ടി സീറ്റ് വിഭജനത്തിനുള്ള ഫോർമുല മുന്നോട്ടുവെച്ചത്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായുള്ള ആദ്യ സീറ്റ് വിഭജന ചർച്ചയാണിത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ മുകുൾ വാസ്നിക്കും അശോക് ഗെഹ്ലോട്ടും സീറ്റ് വിഭജന സമിതി അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു. AAPയെ പ്രതിനിധീകരിച്ച് രാജ്യസഭാ MP സന്ദീപ് പഥക്, ഡൽഹി ക്യാബിനറ്റ് മന്ത്രിമാരായ അതിഷി, സൗരഭ് ഭരദ്വാജ് എന്നിവർ പങ്കെടുത്തു. ഡൽഹിയിൽ കോൺഗ്രസിന് 3 ലോക്സഭാ സീറ്റുകൾ വാഗ്ദാനം ചെയ്തതായി AAP വൃത്തങ്ങൾ അറിയിച്ചു. യോഗവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നിട്ടില്ല. അതേസമയം ഇന്ത്യ മുന്നണിയുടെ എല്ലാ നേതാക്കളെയും വിളിച്ച് ചർച്ചകൾ നടത്താൻ കഴിയുന്ന ഒരു ഓഫീസ് ഡൽഹിയിൽ സ്ഥാപിക്കാൻ യോഗത്തിൽ നിർദ്ദേശമുണ്ട്. കോൺഗ്രസും AAPയും ശക്തമായ തയ്യാറെടുപ്പോടെ തിരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും BJPയെ പരാജയപ്പെടുത്തുമെന്നും യോഗത്തിന് ശേഷം മുകുൾ വാസ്നിക് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ചർച്ചയ്ക്കിടെ എന്താണ് സംഭവിച്ചതെന്ന് വെളിപ്പെടുത്തുന്നത് ശരിയല്ല, അതിനാൽ കാത്തിരിക്കണം. ഒരുമിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചതാണെന്നും കോൺഗ്രസും AAPയും ഇന്ത്യൻ സഖ്യത്തിന്റെ പ്രധാന ഭാഗങ്ങളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.